ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലൂവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പുരുഷൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ നല്ല ഒരു ഭാര്യ ലഭിക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് മാനസികമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയുന്ന, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ് നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യാദികളെല്ലാം നിങ്ങൾ പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു, കമ്മ്യൂണിക്കേഷൻ നടത്തി, നിങ്ങൾക്കുള്ള ഇഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ തോന്നി, നിങ്ങൾ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള പ്ലാനെല്ലാം ചെയ്ത് കൂട്ടുന്നു. ഉടനെ നിങ്ങളുടെ അപ്പനും അമ്മയും പെങ്ങന്മാരുണ്ടെങ്കിൽ അവർ എല്ലാം കൂടെ ചേർന്ന് പെണ്ണിന്റെ വീട്ടിൽ ചെല്ലുന്ന കാര്യങ്ങളെ സംസാരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പം ഈ സ്ത്രീധനം എന്നുള്ള സംഗതി എല്ലാ ആളുകളും ചോദിച്ചു വാങ്ങുന്ന സംഗതിയാണ്. കാര്യം പറഞ്ഞാൽ നിയമം മൂലം അത് നിരോധിച്ചിട്ടുണ്ടെങ്കിലും ആരും ആ വിധത്തിൽ തയ്യാറാകുന്നില്ല. അപ്പോൾ എല്ലാം കൊണ്ട് ഇഷ്ടപ്പെട്ടു, ചെറുക്കന് ഒത്തിരി പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ചെറുക്കൻ്റെ പിതാവ് അല്ലെങ്കിൽ ബന്ധുക്കളും കൂടി പറയാണ്, 50 പവൻ അല്ലെങ്കിൽ 100 പവൻ ഞങ്ങൾക്ക് വേണം, കാശായിട്ട് എത്ര രൂപയും, എന്നാലേ വിവാഹം നടക്കുള്ളൂ. അപ്പോൾ ഈ വിവാഹത്വത്തിന് ഇവിടെ ഒരു വിലപേശലല്ല നടക്കുന്നേ. ഈ പെൺകുട്ടിക്ക് ഒരു വിലയിടുകയല്ലേ ചെയ്യുന്നവര്, അല്ലേ? അപ്പോൾ ഇതിന്റെ മൂല്യം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് പലപ്പോഴും മാതാപിതാക്കളെ കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു മകൻ ഒരു പരിധി പറഞ്ഞപ്പോൾ ഞാൻ അത്ര നട്ടലില്ലാത്തവൻ എന്ത് പറയും? അച്ഛൻ പറയുന്ന പോലെ ഉള്ളൂ, അതിനപ്പുറം ഇല്ല എന്ന്. എടാ പൊട്ടാ, നീയാ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത്, നീയാണ് ആ പെണ്ണിന്റെ കൂടെ ജീവിക്കേണ്ടത്, അച്ഛന്റെ വാക്ക് കേട്ടല്ല ജീവിക്കേണ്ടത്. അതാണ് നിങ്ങൾ വിവാഹം കഴിച്ച് വരുമ്പോൾ ഒരു കുടുംബമായി കഴിയുകയാണ്. അപ്പോൾ പിന്നെ അച്ഛന്റെ വാക്ക് കേട്ടിട്ട് നിനക്ക് മനസ്സിൽ പിടിക്കാത്ത, കൂടുതൽ കാശ് മേടിച്ച് വിവാഹം കഴിച്ചിട്ട് നിനക്ക് മനസ്സിനിണങ്ങാത്ത ആളുമായിട്ട് നിനക്ക് എത്ര നാൾ പൊരുത്തപ്പെട്ടു പോകാൻ തുടങ്ങാൻ കഴിയും? ഇത് സമ്പത്തല്ല യഥാർത്ഥത്തിൽ വിവാഹ ജീവിതത്തിന്റെ ആധാരമായിരിക്കുന്ന ഘടകം. ഇനി അതിനൊരു മറുവശം ഞാൻ പറയാം. ഒരു സ്ത്രീ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ നോക്കുന്നുണ്ട്, അല്ലേ? കുട്ടികളെ നോക്കണം, വീട്ടുപണികളെല്ലാം ചെയ്യണം, പറമ്പിൽ പണിയണം, പണിക്കാരുണ്ടെങ്കിൽ അവർക്ക് വെച്ച് വിളമ്പണം, എന്തെല്ലാം കാര്യങ്ങൾ വിറ്റടിക്കണം, അല്ലേ? പാചകം ചെയ്ത് ഇതെല്ലാം വേണ്ടി വരും. ഇതിനെല്ലാം നിങ്ങൾ ഒരു സെപ്പറേറ്റ് ആളെ നിർത്തുകയാണെങ്കിൽ എത്ര രൂപ കൂലി കൊടുക്കേണ്ടി വരും? ഇതെല്ലാം പെൺകുട്ടി ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എന്നിട്ടും പോരാഞ്ഞിട്ടാണ് അതിനോട് പൈസയും കൂടെ മേടിക്കുന്നത്. വിവരക്കേടല്ലേ കാണിക്കുന്നത്? ചിന്തിച്ചു നോക്കി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ ചിന്തിക്കുക, ഇത് ആവശ്യമാണോ എന്നുള്ള സംബന്ധിച്ച്. ഇന്ന് വിവാഹം കഴിച്ചിട്ടുള്ള ഒരു 60% ആളുകളും പിന്നീട് അവരുടെ വിവാഹ പങ്കാളി സംതൃപ്തരല്ല എന്നാണ് ചിലർ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ്? മനസ്സിനിണങ്ങാത്ത ആളെ പോയി സെലക്ട് ചെയ്യും. മറ്റു ചില കാരണങ്ങളാണ് അവർ കണ്ടെത്തുന്നത് അതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ്, അത് നിലനിൽക്കുന്നതല്ല. മനസ്സിന്റെ പൊരുത്തവും അതുപോലെ ഒന്നിച്ചു പോകാനുള്ള ഒരു കഴിവും ഒക്കെയാണ് അതിനകത്ത് പ്രാധാന്യമായിരിക്കുന്നത്. അല്ലാണ്ട് പണമല്ല അതിനകത്ത് മുഖ്യ ഘടകമായിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ മറ്റേ മൊബൈൽ ഫോൺ മാറുന്ന പോലെ എപ്പോഴും മാറാവുന്ന കാര്യമാണോ വിവാഹ ജീവിതത്തിലെ പങ്കാളിയെ? അല്ലല്ലോ. അപ്പോൾ തെരഞ്ഞെടുപ്പ് സൂക്ഷ്മതയോടെ നിങ്ങൾക്ക് ബോധിച്ച ഒരാളെ നിങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾ തന്നെയാണ് അത് തീരുമാനിക്കേണ്ടത്. അല്ലാതെ ചെറുക്കൻ്റെ അപ്പനോ പെണ്ണിൻ്റെ അമ്മയോ അപ്പനോ അല്ല തീരുമാനിക്കുന്നത്. നിങ്ങളാണ് തീരുമാനിക്കുന്നത്. നിങ്ങളാണ് അവരുടെ കൂടെ ജീവിക്കാനുള്ളത്. നിങ്ങളാണ് നിങ്ങളുടെ കുടുംബമായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നട്ടലോട് കൂടി തീരുമാനം എടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീ വിവാഹം കഴിക്കണം. സ്ത്രീധനത്തിൻ്റെ പേരിൽ എന്ത് ചെയ്യരുത്? ഒരിക്കലും അതിനെ വേണ്ടെന്ന് വെക്കുന്നത് ബുദ്ധിമോശമാണ്, അല്ലേ? അത് പിന്നീട് ദുഃഖിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ബുദ്ധിപൂർവ്വമായിട്ടുള്ള ഇങ്ങനെയുള്ള തീരുമാനം എടുക്കുക. ഒന്നാമത് ഒരു സംഗതി, നിയമം മൂലം നമ്മുടെ രാജ്യത്ത് സ്ത്രീധനം നിരോധിച്ചിരിക്കുകയാണ്. എത്രയോ പെൺകുട്ടികൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നുള്ളതുകൊണ്ട് വിവാഹം നടക്കാതെ പോകുന്നു. ആ മാതാപിതാക്കളുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, അല്ലേ? എല്ലാവരും വെള്ളിക്കരണ്ടിയായിട്ട് ജനിക്കുന്നവരല്ലല്ലോ വായിൽ, ആണോ? അപ്പോൾ ചിലർക്ക് സ്വാഭാവികമായ ഭൂസ്വത്തോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഉണ്ടാവും, അതുകൊണ്ട് സാമ്പത്തിക ശേഷി ഉണ്ടാവും. എന്നാലും ഒട്ടുമുക്കാലും ആളുകൾക്ക് എന്തുണ്ട്? ആ വിധത്തിൽ ഭയങ്കരമായിട്ടുള്ള സ്ത്രീധനത്തെ കൊടുത്ത് തൻ്റെ മക്കളെ കെട്ടിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള നിലയാണ്. അപ്പോൾ അവർ ആ മാതാവും പിതാവും വളരെ ബുദ്ധിമുട്ടുന്നുണ്ടായി ഈ കാര്യത്തിൽ. ആ വികാരം മനസ്സിലാക്കാത്ത എന്താ? നിങ്ങൾ കണ്ടിച്ചോറിയില്ലാതെ എന്തിനാണ് പെരുമാറുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വിവാഹം കഴിക്കുക, അതല്ല ചെയ്യേണ്ട സംഗതി. അല്ലാതെ സ്ത്രീധനത്തിൻ്റെ പേരിൽ അത് ഉപേക്ഷിക്കാന്ന് പറഞ്ഞാൽ എന്ത് മനുഷ്യനാണ് നിങ്ങൾ? അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങളുടെയാണ് തെരഞ്ഞെടുപ്പ്. സ്വതന്ത്രമായ തീരുമാനം എടുക്കുക. അപ്പോൾ നിങ്ങൾ സ്വതന്ത്രമായ തീരുമാനം എടുത്ത് ഒരു കുടുംബത്തെ പോറ്റാനുള്ള പ്രാപ്തി ഉണ്ടെന്ന് കാണുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യുന്നത്, നിങ്ങൾ വിവാഹത്തിന് വേണ്ടി തയ്യാറാകുന്നു. അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് ചെലവിനിടുന്ന അപ്പനും അമ്മയല്ല, നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ഒരു കുടുംബമായി. അപ്പോൾ അവരെ പോറ്റാനുള്ള പ്രാപ്തി ഉണ്ടെന്നാകുമ്പോഴാണ് നിങ്ങൾ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ തീരുമാനം തികച്ചും നിങ്ങളുടേതാണ്, മറ്റുള്ളവരെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി മാതാപിതാക്കൾ തിരിച്ചറിയേണ്ട സംഗതികളുണ്ട്. മക്കളുടെ കാര്യത്തിൽ അവരാണ് തീരുമാനം എടുക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളെല്ലാം തീരുമാനം എടുക്കേണ്ടത്. എന്നാൽ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ കഴിയും. അതല്ലാതെ അന്തിമ തീരുമാനം എടുക്കാനുള്ള എപ്പോഴും എന്താണ് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട്
ഇങ്ങനെ നിങ്ങളുടെ തന്നെ ഭാവി നശിപ്പിക്കരുത് എന്നുള്ള സംഗതിയാണ് ഞാൻ നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒട്ടനവധി കാര്യങ്ങൾ പ്രദാനം ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായി കാണാം. അതുവരെ ഗുഡ് ബൈ.